ാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ സർക്കാരിനെതിരെ സിപിഎം സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. ക്ഷേമ പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികൾ മുടങ്ങിയത് ജനങ്ങളെ എതിരാക്കിയെന്നും വിലയിരുത്തലുണ്ട്. ജനപിന്തുണ തിരിച്ചുപിടിക്കാനും തെറ്റുതിരുത്തൽ നടപടികൾക്കുമായി മാർഗരേഖ സംസ്ഥാന സമിതി തയ്യാറാക്കും. ഇന്നും ചർച്ച തുടരും. സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലാണ് ചർച്ച. അതെ, എന്തായാലും ഈ വിഷയത്തിൽ എങ്ങനെ ഇത്ര വലിയൊരു തോൽവി വൃത്തിയായി തോറ്റു എന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി ഈ തോൽവി വിലയിരുത്തിയ ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം അങ്ങനെയായിരുന്നു. എന്തായാലും വലിയ വിമർശനം സംസ്ഥാന സമിതിയിലും ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. വി വിനോദാണ് ചേരുന്നത്. വിനോദ്, വെരി ഗുഡ് മോർണിംഗ്. സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം സംസ്ഥാന സമിതിയിൽ ഉണ്ടായി എന്നാണ് അറിയുന്നത്. ഈ ക്ഷേമ പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികൾ അത് തന്നെയാണ് വലിയ തിരിച്ചടിയായത് എന്നാണോ വിലയിരുത്തിയത്? ആ നിലയ്ക്ക് തന്നെയാണ് ഈ ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ അത് കുടിശ്ശിക വന്നത് ജനങ്ങളിൽ ഒരു സർക്കാരിനോട് എതിർപ്പ് അല്ലെങ്കിൽ അത് സർക്കാരിനോട് നേരത്തെ ഉണ്ടായിരുന്ന ജനങ്ങൾക്കുണ്ടായിരുന്ന ആ തരത്തിലുണ്ടായിരുന്ന താല്പര്യം നഷ്ടമാകാൻ ഇടയായി എന്ന വിലയിരുത്തൽ. ഇതിൽ വിശദമായ ചർച്ചകളുണ്ടാകും. പ്രധാനമായിട്ട് 5 ദിവസത്തെ നേതൃയോഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അത് കഴിഞ്ഞിട്ട് സംസ്ഥാന സമിതി യോഗങ്ങൾ, ഏറ്റവും ഒടുവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ്. അപ്പോഴും ഈ സിപിഐ ജില്ലാ യോഗങ്ങളിൽ ഉയർന്ന കാര്യമുണ്ട്, മുഖ്യമന്ത്രി മാറണമെന്ന ഒരു കാര്യം. പക്ഷേ അത് സിപിഎം നേതൃയോഗങ്ങളിൽ ചർച്ചയാകില്ല, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകില്ല. ഒരുപക്ഷെ സിപിഐയെ വിമർശിക്കുന്നതിനോ സിപിഐ ആ തരത്തിലുള്ള ചർച്ച നടത്തിയതോ പോലുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും ഈ യോഗത്തിലേക്ക് വരാനിടയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സിപിഐ യോഗങ്ങളിലാകട്ടെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള കടുത്ത വിമർശനങ്ങളാണ് ഉണ്ടായത്. മുഖ്യമന്ത്രിയുടെ സമീപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് തന്നെയാണ് തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ഉൾപ്പെടെ വിവിധ ഇടങ്ങളിൽ വിമർശനങ്ങളായി ഉയർന്നത്. എറണാകുളം സിപിഎം ജില്ലാ കമ്മിറ്റി യോഗത്തിലും ഈ തരത്തിലുള്ള മുഖ്യമന്ത്രിക്കെതിരെയല്ല, പക്ഷേ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവിടെയുള്ള നേതാക്കളുടെ ചില പ്രതികരണങ്ങൾ എന്ന തരത്തിൽ വാർത്തകളായി വന്നിരുന്നു. ഏതായിരുന്നാലും തെറ്റുതിരുത്തൽ എന്ന നിലയിലേക്ക് പോകും എന്ന് നേരത്തെ തന്നെ എം.വി. ഗോവിന്ദൻ പറഞ്ഞിരുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലാണ് ചർച്ചകൾ തുടരുന്നത്. ബിജെപിയുടെ കടന്നുകയറ്റം തന്നെയാണ് ഗൌരവമുള്ള വിഷയമായി സിപിഎം കണക്കാക്കുന്നത്. കാരണം 2019 തിരഞ്ഞെടുപ്പ് ഫലം അത് ഒരു സീറ്റ് എന്നതിലേക്ക് ഒതുങ്ങി. അതിന് സമാനമായി ആലപ്പുഴയിലെ സീറ്റിന് പകരം ആലത്തൂരിൽ ഒരു സീറ്റ് എന്ന നിലയ്ക്ക് തന്നെയാണ് അവിടെ കൂടുതൽ സീറ്റുകൾ ഈ തിരഞ്ഞെടുപ്പിൽ സിപിഎം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ആ ഒരു വളർച്ചയോ അല്ലെങ്കിൽ അങ്ങനെ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന നിലയിലേക്കുള്ള ഒരു തിരഞ്ഞെടുപ്പ് നേട്ടമോ പ്രത്യേകിച്ച് ഇടതുമുന്നണിക്ക് എന്നതിനപ്പുറത്തേക്ക് സിപിഎമ്മിന് ഉണ്ടായില്ല. അതിനപ്പുറം 2019 താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഗൌരവമുള്ള വിഷയമായി കാണുന്നത് തൃശൂരിലെ ബിജെപിയുടെ വിജയമാണ്. കോൺഗ്രസിന്റെ ആരോപണമുണ്ട്, കോൺഗ്രസിന് വോട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോഴും അവിടെ ഒത്തുതീർപ്പാണ് ഉണ്ടായത്. മുഖ്യമന്ത്രി പ്രത്യേകിച്ച് ഈ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമുണ്ട്, അതെല്ലാം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി തൃശൂരിൽ വിട്ടുവീഴ്ച ചെയ്തു. മുൻ ധാരണ അനുസരിച്ചാണ് അവിടെ പ്രവർത്തനമുണ്ടായത്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള ആരോപണങ്ങൾ പുറത്ത് നിൽക്കുമ്പോഴാണ് സിപിഎം നേതൃയോഗങ്ങൾ നടക്കുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ അത് ഉണ്ടാകില്ല എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അശ്വതി, വിനോദ്, ഈ നവകേരള സദസ്സിന്റെ കാര്യം കൂടി അത് എടുത്തു പറയേണ്ടതല്ലേ? കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പരാതികൾ സ്വീകരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ നവകേരള സദസ്സ് അതും ഗുണം ചെയ്തില്ല എന്ന വിലയിരുത്തലിലേക്കാണ് സിപിഎം എത്തുന്നത്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ രാമചന്ദ്ര ഗുഹയെ പോലുള്ള എഴുത്തുകാർ അല്ലെങ്കിൽ അങ്ങനെ ഇടപെടുന്ന ആളുകൾ ഏകാധിപതിയാണ്, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നു, ധാർഷ്ട്യമുള്ള മുഖ്യമന്ത്രി എന്ന തരത്തിൽ സിപിഐയുടെ വിമർശനം വരുന്നു. ആ തരത്തിലൊക്കെയുമാണ് വിമർശനങ്ങൾ വരുന്നത്. അവിടെയും ഇങ്ങനെ ഒരു യാത്ര നടത്തി മന്ത്രിമാർ ഒന്നടങ്കം ബസ്സിലിരുന്ന് യാത്ര നടത്തുകയും പരാതികൾ വാങ്ങുകയും ഒക്കെയും ചെയ്തു. ഈ പരാതികൾ നൽകിയത്, അതായത് നേരത്തെ പോലീസിലടക്കം കിട്ടിയ പരാതികൾ ഈ യാത്രയുടെ ഭാഗമായും കിട്ടി. ഈ പരാതികൾ തന്നെ വീണ്ടും നേരത്തെ അന്വേഷിച്ച, ഇത് പോലീസിന്റെ മാത്രം കാര്യമാണ്, നമ്മൾ ഒരു ഉദാഹരണമായി പറയുന്നത്, പോലീസിലേക്ക് വീണ്ടും അയക്കുന്നു. നേരത്തെ തയ്യാറാക്കിയ റിപ്പോർട്ട്, അതായത് ഈ യാത്രയുടെ ഭാഗമായി വന്ന പരാതികൾക്ക് മുൻപ് തന്നെ സമാനമായ പരാതികൾ വിവിധ വകുപ്പുകൾക്ക് കിട്ടിയിരുന്നു. അവർ അതിൽ അവരുടെ കണ്ടെത്തലുകളോ റിപ്പോർട്ടുകളോ തയ്യാറാക്കിയിരുന്നു.
ഇതേ റിപ്പോർട്ടുകൾ തന്നെയാണ് വീണ്ടും പരാതികൾ ലഭിച്ചപ്പോൾ വീണ്ടും ആവർത്തിച്ച് നൽകിയത്. അതായത് ഈ യാത്ര കൊണ്ട് കാര്യമായ പ്രയോജനമുണ്ടായോ എന്നതിൽ ഉദ്യോഗസ്ഥർക്ക് തന്നെ സംശയമുണ്ട്. അങ്ങനെ ഉദ്യോഗസ്ഥർ തന്നെ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു. മാത്രവുമല്ല പല കാര്യങ്ങളിലായി നിലനിൽക്കുന്ന എതിർപ്പുകൾ ഇപ്പോൾ സിപിഎമ്മിന്റെ തന്നെ ഒരു സംഘടന ഭരണാനുകൂല സംഘടന CITU സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തേണ്ട സാഹചര്യം ഗതാഗത വകുപ്പിൽ നടത്തിയ പരിഷ്കാരങ്ങളാണ്. കഴിഞ്ഞ ദിവസം CPM അനുകൂല അധ്യാപക സംഘടനയിലെ അധ്യാപകന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്ന് തോറ്റം തുന്നം പാടിയിട്ടും ധാർഷ്ട്യം മാറുന്നില്ല, മുതിർന്ന നേതാക്കൾ യുവാക്കളെ അടുപ്പിക്കുന്നില്ല എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ പുറത്ത് പലവിധ പോഷക സംഘടനകളിലാകട്ടെ അല്ലെങ്കിൽ ഭരണാനുകൂല വികാരം പുലർത്തുന്ന സംഘടനകളാകട്ടെ അല്ലെങ്കിൽ ഭരണപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന സംഘടനകൾ ആ നിലയ്ക്കുള്ള സംഘടനകളിൽ നിന്നെല്ലാം വിമർശനങ്ങൾ വരുന്നു. പല തോതിൽ ജനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരിൽ നിന്നോ എഴുത്തുകാരിൽ നിന്നോ ഒക്കെയും ആ തരത്തിൽ MDയുടെ ഒരു പരാമർശം ഉണ്ടായപ്പോൾ പോലും ആ തരത്തിലല്ല MD ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ച് മാറുകയാണ് പലപ്പോഴും ചെയ്തത്. പക്ഷേ ഈ തെറ്റുതിരുത്തലിനെ കുറിച്ച് പറയുമ്പോൾ അവിടെയും കൃത്യമായ ഒരു തെറ്റുതിരുത്തൽ അല്ലെങ്കിൽ പാർട്ടിയുടെ നയവ്യതിയാനങ്ങളിൽ ഉണ്ടായ മാറ്റം അത് തിരുത്തുന്നതിനോ അത് കാര്യമായി ചർച്ച ചെയ്യുന്നതിനോ ഉള്ള ഒരു ഇടമാക്കി ഈ നേതൃയോഗങ്ങളെ മാറ്റുമോ എന്നതിൽ സംശയമുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഈ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമുണ്ടായാൽ അത് ഈ സമീപകാലത്ത് കുറെ നാളുകളായി പിണറായി വിജയനെതിരെ എന്തെങ്കിലും ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് പുറത്ത് ചർച്ച ചെയ്യും എന്നതിനപ്പുറത്തേക്ക് പാർട്ടി നേതൃയോഗങ്ങളിൽ ഒരാൾ പോലും ഒരക്ഷരം മിണ്ടാറില്ല. അതിന് ഈ തവണത്തെ നേതൃയോഗത്തിലും കാര്യമായ മാറ്റമുണ്ടാകുമെന്ന് കരുതുക വയ്യ. അശ്വതി. അതാണ് വിനോദ്.